അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ കാലിപ്പേഴ്സ്. നമുക്ക് നോക്കി നോക്കാം. കാലിപ്പേഴ്സ് ആർ സിമ്പിൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, പക്ഷേ ഡയറക്റ്റ് അല്ല കേട്ടോ, ഡയറക്റ്റ് അല്ല. യൂസ്ഡ് ടു ട്രാൻസ്ഫർ മെഷർമെൻറ്റ് ഫ്രം എ സ്റ്റീൽ റൂൾ ടു ഒബ്ജക്റ്റ്. കാരണം സ്റ്റീൽ റൂളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അളവ് എടുക്കും. എന്നിട്ട് ആ അളവ് മാറാതെ, നമ്മൾ ആ ജോയിൻറ്റ് ടൈറ്റ് ചെയ്ത അളവ് മാറാതെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിലേക്കോ, നമ്മളെ കാർപ്പൻറ്ററുടെ കേസിലാണെങ്കിൽ നമ്മളെ വുഡിൻ്റെ പ്ലാങ്കിലേക്കോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇനി നേരെ തിരിച്ച് നമുക്ക് ചെയ്യാം. ഈ വുഡിൻ്റെ പലകട ആ ജോയിൻറ്റിൻ്റെ അളവ് നമുക്ക് എന്ത് ചെയ്യുക, അളക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് കാലിപ്പേഴ്സിൽ എടുത്തിട്ട് നമുക്ക് സ്റ്റീൽ റൂളുമായിട്ട് തട്ടിച്ച് നോക്കാം. ഇനി കാലിപ്പേഴ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് ദി ജോയിൻറ്റ് ആൻഡ് ഷേപ്പ് ഓഫ് ദി ലെഗ്. ഈ ഒരു സെൻറ്റൻസിൽ നിന്ന്, ഈ ഒരു 2 വരിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാരണം കാലിപ്പേഴ്സിന് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് ജോയിൻറ്റ്, നമുക്ക് സ്പ്രിങ് ജോയിൻറ്റും ഉണ്ട്, ഫേം ജോയിൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ലെഗ്, ഇൻസൈഡ് കാലിപ്പർ, ഉള്ളിലേക്ക് വളഞ്ഞിക്കാണെങ്കിൽ ഔട്ടക്ക് വളഞ്ഞിക്കാണെങ്കിൽ ജെന്നി കാലിപ്പർ, പിന്നെ ഒരു ഹിപ്പുള്ള ഹീലുള്ളത്, അങ്ങനെയൊക്കെ 2-3 ടൈപ്പ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ്റെ ഹെഡിങ് മാത്രം ഷേപ്പ് ഓഫ് ലെഗും അതുപോലെ തന്നെ ജോയിൻറ്റും ടൈപ്പ് ഓഫ് ജോയിൻറ്റും, അങ്ങനെ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കി നോക്കാം. ടൈപ്പ് ഓഫ് ജോയിൻറ്റ്. ദി കോമൺലി യൂസ്ഡ് കാലിപ്പേഴ്സ് ആർ ഫേം ജോയിൻറ്റ് കാലിപ്പേഴ്സ് ആൻഡ് സ്പ്രിങ് ജോയിൻറ്റ് കാലിപ്പർ. ഒന്നെന്താണ് സ്പ്രിങ് ജോയിൻ്റ് ആയിരിക്കും, ഒന്ന് ഫേം ജോയിൻ്റ് ആയിരിക്കും. നമുക്ക് 2 നോക്കി നോക്കാം. ഫേം ജോയിൻറ്റ് കാലിപ്പേഴ്സ് നമുക്കറിയാം, ഒരു പിവറ്റ് പോയിൻ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റ് ഇതിങ്ങനെ അടിച്ചിരിക്കുകയാണ്, ചെറിയൊരു ടൈറ്റ്നെസ് ഉണ്ടാവും. നമ്മുടെ സാധാ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള ഡിവൈഡർ, കോമ്പസ്, അതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതേ ഒരു ജോയിൻറ്റ്, അതിൽ നെട്ടും ബോൾട്ടും ആയിരിക്കും, ചിലത് റിവറ്റ് ആയിരിക്കും. ഓക്കെ ആണോ? ഇൻ ദി കേസ് ഓഫ് എ ഫേം ജോയിൻറ്റ് കാലിപ്പേഴ്സ് ബോത്ത് ലെഗ്സ് ആർ പിവറ്റഡ് അറ്റ് വൺ എൻഡ്. എവിടെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ പിവറ്റ് ചെയ്യും. ടു ടേക്ക് എ മെഷർമെൻറ്റ് ഓഫ് എ വർക്ക് പീസ് ദി കാലിപ്പേഴ്സ് ഓപ്പൺ റഫ്ലി ടു ദി റിക്വയർഡ് സൈസ്. അത്യാവശ്യം ടൈറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏകദേശം ആ അളവിലേക്ക് ഓപ്പൺ ചെയ്ത് വെക്കും. ഫൈൻ സെറ്റിംഗ് ഇസ് ഡൺ ബൈ ടാപ്പിംഗ് ദി കാലിപ്പർ ലൈറ്റ്ലി ഓൺ എ വുഡൻ സർഫസ്. ഇതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ചോദ്യം. ഇവിടെ നിന്നാണ് ചോദിക്കുക. ഫൈൻ സെറ്റിംഗ് ഈസ് ഡൺ ബൈ ടാപ്പിംഗ് ദി കാലിപ്പർ ലൈറ്റ്ലി ഓൺ എ വുഡൻ സർഫസ്. ചെറിയൊരു വുഡൻ സർഫസിലായിട്ട് തട്ടിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈൻ സെറ്റിംഗ്, അവസാനത്തെ സെറ്റിംഗ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി ടൈപ്പ് ഓഫ് കാലിപ്പേഴ്സ്, സ്പ്രിങ് ജോയിൻറ്റ് പറഞ്ഞിട്ടില്ല ഇതിൽ, ആ സ്പ്രിങ് ജോയിൻറ്റ് ഉണ്ടല്ലോ, ഇത് നോക്കി നോക്കും കേട്ടോ, അത് ഫേം ജോയിൻറ്റ്. ഇനി അടുത്ത് സ്പ്രിങ് ജോയിൻറ്റ് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഹെഡിങ് വന്നാന്ന് കരുതുക. സ്പ്രിങ് ജോയിൻറ്റ് കാലിപ്പേഴ്സ് നോക്കി നോക്കാം. കണ്ടോ നിങ്ങൾ, ഈ ഒരു റൗണ്ട് കണ്ടോ, അതാണ് സ്പ്രിങ്, അതാണ് സ്പ്രിങ് ആക്ഷനുള്ള മെറ്റീരിയൽ. സർക്കിളിപ്പിൻ്റെ മാതിരി ഒരു ഭാഗം കണ്ടില്ലേ? ഓക്കെ ആണോ? പിന്നെ ഒരു അഡ്ജസ്റ്റിംഗ് നെറ്റും ഉണ്ട്. ചിത്രം ഓക്കെയാണ് വിചാരിക്കുന്നത്. ഇനി ഫോർ ദിസ് ടൈപ്പ് ഓഫ് കാലിപ്പേഴ്സ് ദി ലെഗ്സ് ആർ അസംബിൾഡ് ബൈ മീൻസ് ഓഫ് എ പിവറ്റ് ലോഡഡ് വിത്ത് എ സ്പ്രിങ്. കണ്ടോ, ഇവിടെ പിവറ്റ് ഉണ്ടോ, നിങ്ങൾ നടുവിലൊരു പിവറ്റ് ഉണ്ടോ, പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, അത് സ്പ്രിങ്ങുമായിട്ട് ലോഡഡ് ആണ്. കണ്ടോ, സ്പ്രിങ് അതിൻ്റെ പുറത്തുണ്ട്. ഫോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ദി കാലിപ്പർ ലെഗ് സ്ക്രൂ ആൻഡ് നെറ്റ് ആർ പ്രൊവൈഡഡ്. കണ്ടോ, ഇവിടെ ഈ സ്ക്രൂവും നെറ്റും ഇതാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ആക്കുകയും ചെയ്യാം, ക്ലോസ് ആക്കുകയും ചെയ്യാം. കാരണം ഈ സ്പ്രിങ് ഇങ്ങനെ അതിലിങ്ങനെ തള്ളി പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ നെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആ പൊസിഷൻ നമുക്ക് അനങ്ങാതെ വെക്കാം. ഈ സ്പ്രിങ് ഇങ്ങനെ സ്പ്രിങ് ആക്ഷൻ, എപ്പോഴും സ്പ്രിങ് ആക്ഷൻ ഉണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇയാളെ അനങ്ങാതെ നിർത്താൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ അഡ്ജസ്റ്റിംഗ് നെറ്റ് ഉപയോഗിക്കാം. ഇത് അങ്ങോട്ട് തിരിച്ചെന്ത് ചെയ്യും, ഇയാൾ തമ്മിൽ ഇങ്ങനെ അടുത്ത് വരും. ഇത് റിവേഴ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചെന്ത് ചെയ്യും, ഈ 2 ലെഗും തമ്മിൽ എന്ത് ചെയ്യും, അകന്നു പോകും. സ്പ്രിങ് ജോയിൻറ്റ് കാലിപ്പേഴ്സ് ഹാവ് അഡ്വാൻറ്റേജ് ഓഫ് ക്വിക്ക് സെറ്റിംഗ്. അടുത്ത കേരള PSCയുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അടുത്ത പോയിന്റാണ്. ഫേം ജോയിൻറ്റ് കാലിപ്പറിനെക്കാട്ടിലും ഉള്ളൊരു ഗുണമാണ് ക്വിക്ക് സെറ്റിംഗ്. പെട്ടെന്ന് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാം. മറ്റേ എന്ത് ചെയ്യണം, നമ്മൾ വുഡൻ ബ്ലോക്ക് കൊണ്ട് ഫൈൻ സെറ്റിംഗ് ഒക്കെ വുഡൻ ബ്ലോക്ക് കൊണ്ട്, ചെറിയ വുഡൻ പ്ലാങ്ക് കൊണ്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, പക്ഷേ ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദി സെറ്റിംഗ് മെയ്ഡ് വിൽ നോട്ട് ചേഞ്ച് അൺലെസ് ദി നെറ്റ് ഇസ് ടേൺഡ്. എങ്ങാനും നമ്മൾ ഈ നെറ്റ് മുറുക്കി കഴിഞ്ഞാൽ പിന്നെ അത് ആ അളവ് ഒരിക്കലും മാറത്തില്ല. ഓക്കെ ആണോ? ദി സൈസ് ഓഫ് എ കാലിപ്പർ ഇസ് സ്പെസിഫൈഡ് ബൈ ഇസ് ലെങ്ത്. അടുത്ത കേരള PSCയുടെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ കാലിപ്പേഴ്സിൻ്റെ സൈസ് നമ്മൾ പറയുന്നത്, സ്പെസിഫൈ ചെയ്യുന്നത് ഇതിൻ്റെ ലെങ്ത് ആണ്. ഇനി അടുത്ത ചോദ്യം, ലെങ്ത് ഓഫ് കാലിപ്പർ എന്ന് പറഞ്ഞാൽ എവിടുന്ന് മുതൽ ഏതുവരെ എന്നാണ്. ലെങ്ത് ഓഫ് കാലിപ്പേഴ്സ് നമുക്ക് നോക്കി നോക്കാം. സ്പെസിഫൈഡ് ബൈ ഇസ് ലെങ്ത് വിച്ച് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പിവറ്റ് സെൻറ്റർ ആൻഡ് ദി ടിപ്പ് ഓഫ് ദി ലെഗ്. ഈ ലെഗിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ, ഇവിടുന്ന് തൊട്ടിട്ട് ഈ പിവറ്റ് സെൻറ്റർ ഇത് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ലെങ്ത്. അല്ലാതെ സ്പ്രിങ്ങിൻ്റെ മുകൾക്കൊന്നുമില്ല. ഓക്കെ ആണോ? ഇവിടുന്നൊന്നുമില്ല. ഈ മൗസ് പോയിൻ്റർ നോക്കുക, ഇവിടുന്നൊന്നുമില്ല. എവിടുന്നാണ്, നമ്മൾ ഈ പിവറ്റ് പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പിവറ്റ് പോയിൻ്റ് മുതൽ നമ്മൾ ഈ ലെഗിൻ്റെ അറ്റം വരെ ഉള്ളത്,
ദി സൈസ് ഓഫ് എ കാലിപ്പർ ഈസ് സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ് ലെങ്ത് വിച്ച് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പിവറ്റ് സെൻറ്റർ ആൻഡ് ദി ടിപ്പ് ഓഫ് ദി ലെഗ്. ഇവിടുന്ന് ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മുന്നേ ചോദിച്ചിട്ടുണ്ട്, ഈ രണ്ടും ചോദിച്ചിട്ടുണ്ട്. കാലിപ്പർ എങ്ങനെ സ്പെസിഫൈ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്, എന്താണ് കാലിപ്പറിൻ്റെ ലെങ്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും രണ്ട് ലെഗിൻ്റെയും ഇവിടെ നിന്നൊക്കെ നമ്മൾ വിചാരിക്കും ഈ സ്പ്രിങ്ങിൻ്റെ ഏറ്റവും അറ്റത്തുനിന്ന് എന്തേ ഉള്ളൂ, പിവറ്റ് പോയിൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ലെഗിൻ്റെ അറ്റത്തേക്ക്. ഓക്കെ ആണോ? ദി അക്യുറസി ഓഫ് ദി മെഷർമെൻറ്റ് ടേക്കൺ ഡിപ്പെൻഡ് അപ്പോൺ വെരി മച്ച് ഓൺ ദി സെൻസ് ഓഫ് ദി ഫീൽ ഓർ ടച്ച് വൈൽ മെഷറിങ്. അതായത് നമുക്ക് ഈ ഫീലാണ്, അതായത് നമുക്കിങ്ങനെ നമ്മളിപ്പോൾ ഒരു സ്കെയിൽ ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ വെച്ച് വരുത്തിക്കോ, നമുക്ക് എന്ത് ചെയ്യാം, ആ ടച്ചിൻ്റെ ഫീലാണ് നമുക്ക് എന്ത് ചെയ്യാം അക്യുറസിക്ക് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ നോക്കുക. കാരണം ആ സ്കെയിലിനുമ്പോൾ ടച്ച് ചെയ്തോ അത് ചെറിയ ഗ്യാപ്പ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആ കൈയിൻ്റെ ആ സെൻസാണ് നോക്കുക. ഇനി ഇതാ ഈ ചിത്രം നോക്കിയാൽ മതി, കണ്ടോ, ഇങ്ങനെയാണ് വെക്കുക. ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് കാലിപ്പർ ഡിഫറെൻറ്റ് ടൈപ്സ്. ഇനി ഇത് ടൈപ്പ് ഓഫ് ലെഗിനെ ഇതാക്കിയിട്ടോ ഷേപ്പാണ്. അത് നമുക്ക് സ്പ്രിങ് ജോയിൻറ്റ് കഴിഞ്ഞിക്കണോ നോക്കി നോക്കാം. യു ഷുഡ് ഗെറ്റ് ദി ഫീൽ വെൻ ദി ലെഗ്സ് ആർ ജസ്റ്റ് ടച്ച് ദി സർഫസ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ അളവെടുക്കുകയാണ് എഴുതിക്കോ, ജസ്റ്റ് ടച്ച് ചെയ്താലാണ് അതാണ് അളവ്, അതാണ് ആ ഫീല്. നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ടൈപ്സ് ഓഫ് ജോയിൻറ്റ് എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്, ഫേം ജോയിൻറ്റും സ്പ്രിങ് ജോയിൻറ്റും. ഏറ്റവും ക്വിക്ക് സെറ്റിംഗ് എന്നുള്ള അഡ്വാൻറ്റേജ് ഇതിനെ വരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ, സ്പ്രിങ് ജോയിൻറ്റിനാണ്. ഓക്കെ ആണോ? അതുപോലെ തന്നെ നമ്മുടെ കാലിപ്പേഴ്സിൻ്റെ ലെങ്ത്ത് എങ്ങനെ കാലിപ്പേഴ്സിന് സ്പെസിഫൈ ചെയ്ത ലെങ്ത്താണ്. ആ ലെങ്ത്ത് എന്ന് പറയുന്നത് പിവറ്റ് പോയിന്റ് സെൻറ്ററിൽ നിന്ന് ഈ ലെഗിൻ്റെ പോയിന്റിലേക്കുള്ളതാണ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഷേപ്പ് ഓഫ് ദി ലെഗ് അല്ലേ. ഇതിൻ്റെ ലെഗ് നോക്കി നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ ലെഗ് നോക്കൂ, ഇതിൻ്റെ ഉള്ളിലേക്കല്ലേ ഷേപ്പ്. പക്ഷേ ഇതിൻ്റെ നോക്കി നോക്കൂ, ഇതിൻ്റെ കണ്ട പുറത്തോട്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് കാലിപ്പേഴ്സ് ആർ ഡിഫറൻഷിയേറ്റഡ് ബൈ ദി ഷേപ്പ് ഓഫ് ദി ലെഗ്. അപ്പോൾ ഇതെന്തായിരിക്കും, ഉള്ളിലേക്കാണെങ്കിൽ എന്ത് വിളിക്കും, ഇതിനെ ഇൻസൈഡ് എന്ന് വിളിക്കും. പുറത്തോട്ടാണെങ്കിൽ എന്ത് വിളിക്കും, ഔട്ട്സൈഡ്. ഇത് ഇൻസൈഡ്, ഇത് ഔട്ട്സൈഡ്. ഇനി കാലിപ്പേഴ്സ് യൂസ്ഡ് ഫോർ ഔട്ട്സൈഡ് മെഷർമെൻറ്റ് ആർ നോൺ ആസ് ഔട്ട്സൈഡ് കാലിപ്പേഴ്സ്. ഫിഗർ 9 കണ്ടോ. അപ്പോൾ ഈ ഔട്ട്സൈഡ് കാലിപ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ കണ്ടുപിടിക്കാം അല്ലേ. കാരണം അതെന്താ എക്സ്റ്റേണൽ മെഷർമെൻ്റ് അല്ലേ. അതുപോലെ തന്നെ ഈ വുഡൻ പ്ലാങ്കിൻ്റെ ലെങ്ത്ത് എടുത്ത് അതുപോലത്തെ ഔട്ട്സൈഡ് മെഷർമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു, ടൈപ്പ് ഓഫ് ജോയിൻറ്റ് അല്ലേ, സ്പ്രിങ് ജോയിൻറ്റും ഫേം ജോയിൻറ്റും. ഇതാണ് സ്പ്രിങ് ജോയിൻറ്റ്, ഇതാണ് ഫേം ജോയിൻറ്റ്. ഓക്കെ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് കാലിപ്പേഴ്സ് ബേസ്ഡ് ഓൺ ഷേപ്പ് ഓഫ് ലെഗ്. ഉള്ളിലേക്ക് വളഞ്ഞിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഇൻസൈഡ് എന്ന് വിളിക്കും കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇത് രണ്ടും ഇൻസൈഡാണ്. ഔട്ട്സൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ലെഗിൻ്റെ പോയിൻ്റ് അറ്റം എന്ത് ചെയ്യും, പുറത്തോട്ടാണ് വളഞ്ഞു നിൽക്കുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിലേക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ്റ്റേണൽ മെഷർമെൻ്റ് ഒക്കെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സർക്കിളാണ് എഴുതി നോക്കൂ, ആ സർക്കിളിൻ്റെ ഡയമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഈ എന്തുകൊണ്ട് ഔട്ട്സൈഡ് കാലിപ്പ് കൊണ്ട് നമുക്ക് അളക്കാം. ഓക്കെ ആണോ? ഇൻസൈഡാണ് ഈ കണ്ടോ പുറത്തോട്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കീ സ്ലോട്ട് ഉണ്ട് എഴുതിക്കോ, അല്ലെങ്കിൽ ഓയിൽ ഗ്രൂവോ അല്ലെങ്കിൽ ഒരു നമ്മൾ ജോയിൻ്റെ ഒരു ചാലുണ്ട് എഴുതിക്കോ. ആ ചാലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ചാലിലേക്ക് ഈ അറ്റവും ഇറക്കി വെച്ചാൽ പോരെ. അപ്പോൾ ഇതിനെന്ത് വിളിക്കും, ഇതിനെ ഇൻസൈഡ് എന്ന് വിളിക്കും. അതായത് ഉള്ളിലേക്ക് ലെഗ് വളഞ്ഞിക്കുകയാണെങ്കിൽ അതിനെ ഔട്ട്സൈഡ് എന്നും പുറത്തോട്ട് ലെഗ് വളഞ്ഞിക്കുകയാണെങ്കിൽ അതിനെ ഇൻസൈഡ് കാലിപ്പർ എന്നും വിളിക്കും. നമുക്ക് നോക്കി നോക്കാം. കാലിപ്പേഴ്സ് യൂസ്ഡ് ഫോർ ഔട്ട്സൈഡ് മെഷർമെൻറ്റ് ആർ നോൺ ആസ് ഔട്ട്സൈഡ് കാലിപ്പർ. അതായത് പുറത്തെ എക്സ്റ്റേണൽ ഡയമെൻഷൻസ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഔട്ട്സൈഡ് കാലിപ്പേഴ്സ്. കണ്ടോ, അതിനെ ലെഗ് കണ്ടോ ഉള്ളിലേക്കാണ് വളഞ്ഞിരിക്കുക. ഇനി ഇത് കാലിപ്പേഴ്സ് യൂസ്ഡ് ഫോർ ദി ഇൻറ്റേർണൽ മെഷർമെൻറ്റ് ആണ് നോൺ ആസ് ഇൻസൈഡ് കാലിപ്പർ. കണ്ടോ, ഇതാണ് ഇൻസൈഡ്. ഇവർ പറഞ്ഞിട്ട് ഫിഗർ 10 എയും ബിയും ഇൻസൈഡ് എന്നാട്ടോ. പക്ഷേ ഇതെന്താണ്, ഇത് എക്സ്റ്റേണൽ ആണ്, ഇത് ഔട്ട്സൈഡ് ആണ്. ഇത് മാത്രമേ ഉള്ളൂ ഇൻസൈഡ്. കണ്ടോ, ഇതിൻ്റെ ലെഗ് കണ്ടോ. ഓക്കെ ആണോ? ഈ സ്പ്രിങ് ജോയിൻറ്റിൻ്റെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. നിമിയിൽ അങ്ങനെ ചെറിയ മിസ്റ്റേക്ക് കാണാറുണ്ട്. ഇനി നമുക്ക് നോക്കി നോക്കാം. ഇനി അടുത്ത ടൂളാണ്. അപ്പോൾ നമുക്ക് കാലിപ്പേഴ്സിൽ പഠിക്കേണ്ടത് അതിൻ്റെ സ്പെസിഫൈ ചെയ്യണ അതിൻ്റെ ലെങ്ത്താണ്. 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബേസ്ഡ് ഓൺ ജോയിൻ്റ് ഉണ്ട്, ബേസ്ഡ് ഓൺ ഷേപ്പ് ഓഫ് ലെഗ് ഉണ്ട്. ബേസ്ഡ് ഓൺ ജോയിൻറ്റ് സ്പ്രിങ് ജോയിൻറ്റും ഫേം ജോയിൻറ്റും, മറ്റേതാണെങ്കിൽ ഇൻസൈഡ് കാലിപ്പറും ഔട്ട്സൈഡ് കാലിപ്പറും. ഇതാണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. അടുത്ത ടൂളാണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. നമ്മൾ ഇലക്ട്രിക്കൽ, ഷീറ്റ് മെറ്റൽ വർക്കിലൊക്കെ ഈ ടൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കി നോക്കാം. ദി ജോബ് ഡ്രോയിങ് ഇൻഡിക്കേറ്റ് ഓൺലി ഗേജ് ഓർ തിക്നെസ് ഓഫ് ദി ഷീറ്റ് ടു ബി യൂസ്ഡ്. നമുക്കിപ്പോൾ ഒരു ജോബ് ഡ്രോയിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്ത് മാത്രമേ തരുള്ളൂ, നമ്മൾ ഉപയോഗിക്കുന്ന ഷീറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ വയറിൻ്റെ ഒക്കെ തിക്നെസ് മാത്രമേ തരുള്ളൂ. ഓക്കെ ആണോ? ബിഫോർ സ്റ്റാർട്ടിങ് ദി വർക്ക് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് തിക്നെസ് ഓഫ് ദി ഷീറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ റോ മെറ്റീരിയലിൻ്റെ ഷീറ്റിൻ്റെ തിക്നെസ് നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. ദി തിക്നെസ് ഓഫ്
ഈ ഷീറ്റിൻ്റെ തിക്നെസ് അളക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. ഇതിൽ കണ്ടോ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റൗണ്ട് ഭാഗമുണ്ട്, ഒരു ചെറിയൊരു ഭാഗമുണ്ട് കണ്ടോ. ഇതിൽ എവിടെ ഇട്ടിട്ടാണ് നമ്മൾ അളക്കുക എന്നൊക്കെ സ്ഥിരമായിട്ട് PSC ക്വസ്റ്റ്യൻ തന്നാട്ടോ. ഈ റൗണ്ടിലാണോ ഇടുക, ഈ ചാലിലാണോ ഇടുക, നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഇതിൻ്റെ അളവുകൾ നമ്മൾ പഠിക്കണം. ഇതിൻ്റെ അളവ് ജസ്റ്റ് പഠിക്കണം. ഇതിലേറ്റവും ചെറുത് ഏതാണ്, വലുത് ഏതാണെന്നൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ദി ഗേജ് കൺസിസ്റ്റ് ഓഫ് എ ഡിസ്ക് ഷേപ്ഡ് സ്മൂത്ത് ആൻഡ് സ്റ്റീൽ മെറ്റൽ പീസ്. ഇതാണ് ഫസ്റ്റ് PSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സ്റ്റീൽ ഷീറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുക. വിത്ത് ന്യൂമറസ് സ്ലോട്ട് അറൗണ്ട് ദി ഔട്ട്സൈഡ് എഡ്ജ്. ദി സ്ലോട്ട്സ് ആർ ഓഫ് വേരിയസ് വിഡ്ത്ത് ആൻഡ് കറസ്പോണ്ടിങ് certain ഗേജ് നമ്പർ. ഓരോ ഗേജ് നമ്പറിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ലോട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഗേജ് നമ്പർ ഈസ് സ്റ്റാമ്പ്ഡ് ഓൺ ദി സൈഡ് ഓഫ് ഈച്ച് സ്ലോട്ട് ഓൺ ദി അതർ സൈഡ്. ദി ഡെസിമൽ പാർട്ട് ഓഫ് ആൻ ഇഞ്ച് സ്റ്റാമ്പ്ഡ് ടു ഷോ ദി തിക്നെസ് ഓഫ് ദി ഷീറ്റ് ആൻഡ് ഡയാമീറ്റർ ഓഫ് ദി വയർ. ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേജ് നമ്പർ ഉണ്ടാവും. മറ്റേ സൈഡിൽ എന്തുണ്ടാവും, അതിൻ്റെ ഇഞ്ചിൻ്റെ പാർട്ടും അതുപോലെ തന്നെ നമ്മളെ എന്തിനാണ് ഇത് രണ്ടും എന്തിനാണ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതിൽ ഷീറ്റിൻ്റെ തിക്നെസ്സും ഷീറ്റ് മെറ്റലിൻ്റെ തിക്നെസ്സും നോക്കാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മാതിരി വയറിൻ്റെ ഡയാമീറ്ററും നോക്കാം. ഡയാമീറ്റർ ഓഫ് ദി വയറും നമുക്ക് നോക്കാം. തിക്നെസ് ഓഫ് ദി ഷീറ്റ് ഈസ് ചെക്ക്ഡ് ബൈ ഇൻസൈഡ് ദി എഡ്ജ്. ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓഫ് ദി ഷീറ്റ് ഇൻ ദി അപ്രോപ്രിയേറ്റ് സ്ലോട്ട് ഓഫ് ദി സ്റ്റാൻഡേർഡ് വയർ ഗേജ്. നമ്മൾ ഈ സ്ലോട്ടിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഇടുള്ളൂ. ഈ റിലീവിങ് ഹോളിൽ എന്തില്ല, ഇടില്ല. റിലീവിങ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയറ ഇടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വയറ ഹോളിലേക്ക് തള്ളിയിട്ട് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെയാണോ. നമ്മൾ സ്ലോട്ടിൽ മാത്രമേ എടുത്തുള്ളൂ. ഓക്കെയാണോ. കാരണം സ്ലോട്ടിൻ്റെ വലിപ്പം റിലീവിങ് ഹോളിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കി നോക്കൂ, അത് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് വയർ ഡയമീറ്റർ ഇസ് ചെക്ക്ഡ് ബൈ ഇൻസൈഡ് ദി വയർ ഓൺലി ഇൻ ദി സ്ലോട്ട്. വയറിൻ്റെ കേസിൽ നമുക്ക് ഡൗട്ട് ആവില്ലേ, വയറാകുമ്പോൾ ഈ റൗണ്ടിൽ ഇടുകയാണ് നമുക്ക് വിചാരിക്കും. പക്ഷെ എന്താണ്, ആ വയറാണെങ്കിൽ നമ്മൾ എന്തിൽ ചെയ്യാൻ പറ്റുള്ളൂ, സ്ലോട്ടിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. കാരണം സ്ലോട്ടിൻ്റെയും ആ റിലീവിങ് ഹോളിൻ്റെയും സൈസ് മാത്രം നിങ്ങൾ നോക്കി നോക്കൂ, അത് റിലീവ് ചെയ്യാനുള്ളതാണ്. ആൻഡ് നോട്ട് ഓൺ ദി സർക്കിൾ, നോട്ട് ഓൺ ഇൻ ദി സർക്കിൾ. ഹയർ ദി സ്റ്റാൻഡേർഡ് വയർ ഗേജ് നമ്പർ. ഇതാണ് അടുത്ത ചോദ്യം കേട്ടോ. സ്റ്റാൻഡേർഡ് വയർ ഗേജ് നമ്പർ കൂടുന്തോറും എന്ത് ചെയ്യും, തിക്നെസ് എന്ത് ചെയ്യും, കുറയും. കാരണം നോക്കി നോക്കും, നിങ്ങൾ 0 നോക്കി നോക്കൂ, SWG 0, SWG 1, അതിൻ്റെ രണ്ടിനും വലിപ്പം കണ്ടോ. സ്റ്റാൻഡേർഡ് വയർ ഗേജ് 31 നോക്കി നോക്കൂ, നിങ്ങൾ 31 നോക്കി നോക്കൂ, അതിൻ്റെ സൈസ് ഉണ്ടോ, ഒരു ചെറിയൊരു പോയിൻ്റ് ഉള്ളൂ അല്ലേ. 32 നോക്കി നോക്കൂ. ഇതിൻ്റെ എല്ലാം കറസ്പോണ്ടിങ് മില്ലിമീറ്റർ പഠിക്കണം കേട്ടോ. അതിൻ്റെ ഒരു ടേബിൾ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീഡിയോ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വന്നിട്ടുണ്ട്. 32 SWG 32 കറസ്പോണ്ടിങ് ടു എത്ര mm എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SWG 10 ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കി നോക്കാം. ചിലതൊക്കെ പഠിക്കാൻ സിമ്പിളാണ്. അതിൽ ഈ 32 വാല്യൂ പഠിക്കണം. പക്ഷേ അതിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു 5 വാല്യൂ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഓക്കെ ആണോ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് വയർ ഗേജ് 0, 1, 2, അതായത് വയർ ഗേജ് നമ്പർ കുറയുന്തോറും എന്ത് ചെയ്യും, അതിൻ്റെ സൈസ് എന്താണ്, കൂടി വരിക. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ് 0, 1, 2, 3 എങ്ങനെ കൂടുന്തോറും, സ്റ്റാൻഡേർഡ് വയർ ഗേജ് കൂടുന്തോറും എന്ത് ചെയ്യും, അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ സൈസ് എന്ത് ചെയ്യും, കുറഞ്ഞു വരിക ചെയ്യുക. ഓക്കെ ആണോ. 32 എന്ന് പറയുന്നത് ചെറിയ സൈസാണ്, 0 എന്ന് പറയുന്നത് വലിയ സൈസാണ്. ഇനി അടുത്തതാണ് ട്രൈ സ്ക്വയർ. അടുത്ത ടൂളാണ് ട്രൈ സ്ക്വയർ. ഈ ട്രൈ സ്ക്വയറിൻ്റെ മെറ്റീരിയൽ ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു ഭാഗം ചോദിച്ചിട്ടുണ്ട്. ദി അക്യുറസി, സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. വിച്ച് ഈസ് ദി യൂസ്ഡ് ടു ചെക്ക് സ്ക്വയർനെസ് ഓഫ് എ സർഫസ്. ഒരു സർഫസിൻ്റെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ട്രൈ സ്ക്വയർ കൊണ്ട് ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റുമോ, ഇല്ലല്ലോ. ജസ്റ്റ് 90 ഡിഗ്രി എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാം, അത്രമാത്രം. ദി അക്യുറസി ഓഫ് മെഷർമെൻറ്റ് ബൈ എ ട്രൈ സ്ക്വയർ അബൌട്ട് 0.002 mm per 100 mm ലെങ്ത്ത്. അതായത് നമ്മൾ 10 സെൻറ്റിമീറ്റർ ഈ ട്രൈ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അക്യുറസി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ 10 സെൻറ്റിമീറ്ററിൽ 0.002 mm വരെ അതിൻ്റെ അക്യുറസി ആണ് നമുക്ക് പറയാം. അല്ലെങ്കിൽ കേരള ബേസ് ചോദിച്ചിട്ടുണ്ട് 0.002 mm per 10 സെൻറ്റിമീറ്റർ ലെങ്ത് എന്ന് കണ്ടിട്ടുണ്ട്. ഇനി PSCയുടെ ഓപ്ഷൻ എങ്ങനെ കൊടുക്കുകയാണോ, 0.02 എന്നുണ്ടാവും, 0.0002 എന്നുണ്ടാവും, 2 എന്ന് വരെ കണ്ടിട്ടുണ്ട്. 2 mm per 10 cm എന്നൊരു PSC ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് മാർക്കും. അപ്പോൾ പഠിച്ചു വെച്ചോ. ട്രൈ സ്ക്വയറിൻ്റെ അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 0.002 mm per 100 mm ലെങ്ത്ത്, അല്ലെങ്കിൽ 0.002 mm ഇതന്നെ. പക്ഷേ നമ്മൾ 100 mm എന്ത് വിളിക്കും, 10 സെൻറ്റിമീറ്റർ എന്ന് വിളിക്കും. ഓക്കെ ആണോ. ഇനി ഇതിൻ്റെ പാർട്സ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ.
പാർട്സ് ഉണ്ടോ, ബ്ലേഡ് ഉണ്ട്, പിന്നെ എന്നിട്ട് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഏതിനാണ് നീളം കൂടുതലെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യമാണ് കേരള PSC അടുത്ത ചോദ്യമാണ് ട്രൈ സ്ക്വയറിൽ സ്റ്റോക്കിനാണോ ബ്ലേഡിനാണോ നീളം കൂടുതൽ? ഏതിനാണ്? ബ്ലേഡിനാണ് നീളം കൂടുതൽ. സ്റ്റോക്ക് അല്ലെങ്കിൽ ഹാൻഡിലിന് നീളം കുറവാണ്. പിന്നെ തിക്നെസ് ഏതിനാണ്? സ്റ്റോക്കിനാണ് തിക്നെസ് കൂടുതൽ, ബ്ലേഡിനാണ് തിക്നെസ് കമ്മി. പിന്നെ കാർപ്പൻറ്റേഴ്സിൻ്റെ ഒക്കെ ട്രൈ സ്ക്വയറിൽ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഗ്രാജുവേഷൻസ് കാണും. ഗ്രാജുവേഷൻസ് കാണുകയാണെങ്കിലാണ് ഈ ഒരു വാല്യൂ നോക്കി നോക്കൂ കേട്ടോ. ഇനി അടുത്തത് യൂസ് ദ ട്രൈ സ്ക്വയർ എന്തിനൊക്കെ യൂസ് ചെയ്യാന്ന് കേട്ടോ. ടു ചെക്ക് ദി ഫ്ലാറ്റ്നെസ് ഓഫ് ദി സർഫസ്. ഈ ചിത്രം കണ്ടോ, ഈ ചിത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വുഡൻ പ്ലാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളെ കണ്ണിൻ്റെ ലെവലിൽ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ നീക്കുക. ഈ ട്രൈ സ്ക്വയർ എന്ത് ചെയ്യുക, ഈ ട്രൈ സ്ക്വയറിന് സർഫസിന് പാരലായിട്ട് എലവുമായിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ നീക്കുക. ഇങ്ങനെ നീക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുണ്ട് ഉണ്ട് എന്നാ, ഒരു കുഴി ഉണ്ട് എന്നാ. അപ്പോൾ അത് കറക്റ്റ് ഫ്ലാറ്റ് അല്ല എന്നാണ്. ഓക്കെ ആണോ? പിന്നെ ഇവിടെ ഈ രണ്ട് എഡ്ജിലും ലൈറ്റ് കണ്ട് നടുഭാഗത്ത് ലൈറ്റ് കാണുന്നില്ലാണെങ്കിൽ നടുഭാഗം എന്തിട്ടാ ഉയർന്നിട്ടാണ് എന്നാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ ഈ യൂസുകൾ പഠിക്കണം കേട്ടോ. PSC ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ടു ചെക്ക് ദി സ്ക്വയർനെസ് ഓഫ് എഡ്ജ്. കണ്ടോ, ഈ എഡ്ജിൻ്റെ സ്ക്വയർനെസ് നമുക്കറിയാം, നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും എന്ത് ചെയ്യുക, ചേർത്ത് വെക്കുക. എന്നിട്ട് ടു ചെക്ക് ദി ഇൻസൈഡ് സ്ക്വയർനെസ്, ഉള്ളിൽ എന്ത് ചെയ്യുക, രണ്ട് ഭാഗം നമ്മൾ വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ഇത് വെക്കൂലേ, ട്രൈ സ്ക്വയർ വെക്കൂലേ, അപ്പോൾ രണ്ട് ഭാഗം എന്ത് ചെയ്യണം, ചേർന്നിരിക്കണം. ഇനി അടുത്തൊരു യൂസുകളുണ്ട്, നോക്കി നോക്കാം. ഇനി 90 ഡിഗ്രി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും കേട്ടോ. നമുക്ക് ഇത് നോക്കി നോക്കാം. ദി ബ്ലേഡ് ഓഫ് ട്രൈ സ്ക്വയർ ആർ മെയ്ഡ് ഓഫ് ഹാർഡൻഡ് സ്റ്റീൽ. നമ്മൾ പറഞ്ഞു ബ്ലേഡും ഉണ്ട്, പിന്നെ ഹാൻഡിലിൻ്റെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്കും ബ്ലേഡും. അതിൽ ഈ ബ്ലേഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, കനം കുറഞ്ഞ സാധനം, അതുകൊണ്ട് തന്നെ ഹാർഡൻ ചെയ്തിട്ടുള്ള സ്റ്റീൽ കൊണ്ടാണ് അത് നിർമ്മിക്കുക. പക്ഷേ ദി സ്റ്റോക്ക് ഈസ് മെയ്ഡ് ഓഫ് സീസൺഡ് ഹാർഡ് വുഡ്. നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഹാർഡ് വുഡ് സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മരത്തിൻ്റെ ഉള്ളിൽ ഇച്ചിരി വെള്ളം നനവ് ഉണ്ടാവും, അതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. സീസൺഡ് ഹാർഡ് വുഡ് അല്ലെങ്കിൽ കാസ്റ്റേൺ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് ഉണ്ടാക്കാം. പക്ഷേ ബ്ലേഡ് എന്താണ്, ഹാർഡൻഡ് സ്റ്റീലാണ് ഉണ്ടാക്കുക. ഇനി അടുത്തത്, ഇത് എങ്ങാനും നമ്മളെ സ്റ്റോക്ക് ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് വുഡ്, എങ്ങാനും മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി വെൽ സീസൺഡ് ടിമ്പർ. ആയിട്ട് കംപ്ലീറ്റ് വെള്ളം നനവ് സീസൺ ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കണം. ടു പ്രിവെൻറ്റ് വുഡൻ സ്റ്റോക്ക് ഫ്രം വിയറിംഗ് എ ബ്രാസ് പ്ലേറ്റ് ഈസ് ഫിക്സഡ് ടു ദി ഇൻസൈഡ് എഡ്ജ്. ആ വുഡൻ സ്റ്റോക്ക് ആണെങ്കിൽ അത് തേയണേന് നമ്മൾ എന്ത് ചെയ്യും, ഇതിന് മുന്നേ നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ ഒരു ബ്രാസ് പ്ലേറ്റ് ഉണ്ടാക്കും. നമ്മൾ മുന്നേ പഠിച്ചതാണ്, നമ്മൾ മാർക്കിംഗ് ഗേജ് ഉണ്ടല്ലോ, മാർക്കിംഗ് ഗേജ്, മോർട്ടക്സ് ഗേജ്, മാർക്കിംഗ് ഗേജ്, കട്ടിങ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതിലും ഇതേപോലെ സ്റ്റോക്കിൻ്റെ ഉള്ളിൽ തേയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്രാസ് വെക്കൂലേ. അത് കാരണം അത് വുഡ് കൊണ്ട് ഉണ്ടാക്കിയല്ലേ. ഇനി അടുത്തത് ദ ട്രൈ സ്ക്വയർ. ഇതാണ് അടുത്ത ചോദ്യം, PSCയുടെ പോയിന്റ് ഓഫ് വ്യൂ അടുത്ത ചോദ്യമാണ്. ദ ട്രൈ സ്ക്വയേഴ്സ് ആർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ബ്ലേഡ് ലെങ്ത്. ബ്ലേഡിൻ്റെ ലെങ്ത് നമുക്ക് എന്തൊക്കെ ഉണ്ട്, 10 സെൻറ്റിമീറ്റർ ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്, 25 ഉണ്ട്, 30 സെൻറ്റിമീറ്റർ വരെ ഉണ്ട്. അപ്പോൾ ബ്ലേഡിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രൈ സ്ക്വയറിനെ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യനാണ് ഇവിടെ പറഞ്ഞു കേട്ടോ. ഒന്ന് ട്രൈ സ്ക്വയറിൻ്റെ യൂസ്, രണ്ട് ട്രൈ സ്ക്വയറിൻ്റെ ആക്യുറസി, മൂന്നാമത്തെ എങ്ങനെ സ്പെസിഫൈ ചെയ്യുക, നാലാമത്തെ എന്താണ് ഈ മെറ്റീരിയലും കൂടി കേട്ടോ, ബ്ലേഡിൻ്റെ മെറ്റീരിയലും സ്റ്റോക്കിൻ്റെ മെറ്റീരിയലും കൂടി പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തത് മൈറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രൈ സ്ക്വയറിൻ്റെ അതേപോലെ തന്നെയാണ്, പക്ഷേ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 ഡിഗ്രിയാണ് മെഷർ ചെയ്യുക. അപ്പോൾ എങ്ങനെയായിരിക്കും ഷേപ്പ്, എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് നോക്കിയേക്കാം. ടു മാർക്ക് 45 ഡിഗ്രി ആൻഡ് ടു ടെസ്റ്റ് 45 ഡിഗ്രി ബൈ മൈറ്റർ സ്ക്വയർ ഈസ് യൂസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റോക്ക് ആൻഡ് അറ്റ് ദി കട്ടിംഗ് ഓഫ് ദി ബ്ലേഡ്. ഇറ്റ് ഈസ് ഫിക്സ്ഡ് പെർമനൻ്റ്ലി ബൈ റിവറ്റ് കൊണ്ടാണ് ഫിക്സ് ചെയ്യുക. ദി ലെങ്ത് ഓഫ് ഇറ്റ്സ് ബ്ലേഡ് ഈസ് 200 മില്ലിമീറ്റർ ടു 350. 100-150 ഒന്നും ഉണ്ടാവില്ല, 200 മുതൽ 35 സെൻറ്റിമീറ്റർ വരെയാണ്. ദേ ഗ്രാജുവേഷൻ ഓൺ ബ്ലേഡ് എന്തിലുണ്ടാവും, മൈറ്റർ സ്ക്വയറിൽ അതിൻ്റെ ബ്ലേഡിൻ്റെ മുകളിൽ എന്തുണ്ടാവും, നമ്മളെ ലെങ്ത്തിൻ്റെ ഗ്രാജുവേഷൻസ് സെൻറ്റിമീറ്ററിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. ഇതാണ് മൈറ്റർ ഗേജ്. ഓക്കെ ആണോ? ഇതിൻ്റെ ഇത് കണ്ടോ നിങ്ങൾ, സ്റ്റോക്ക് കണ്ടോ, സ്റ്റോക്ക് എത്രയിലാണ്, 45 ഡിഗ്രിയിലാണ് എന്ത് ചെയ്തിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത് കണ്ടോ, 45 ഡിഗ്രിയിലാണ് കൊടുത്തിട്ടുള്ളത്. ദി ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൈ സ്ക്വയർ ആൻഡ് മൈറ്റർ സ്ക്വയർ ഈസ് ദാറ്റ് ദി ബ്ലേഡ് ആൻഡ് സ്റ്റോക്ക് ഈസ് ഫിക്സ്ഡ് അറ്റ് 90 ഡിഗ്രി ഇൻ ദി ട്രൈ സ്ക്വയർ ആൻഡ് 45 ഡിഗ്രി ഇൻ ദി മൈറ്റർ സ്ക്വയർ. സിമ്പിൾ അല്ലേ? പക്ഷേ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തതിൻ്റെ ആളാണ്. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത അതിൻ്റെ പേരെങ്ങനെയായിരിക്കും, രണ്ടിനും കൂടി പേരുണ്ടായിരിക്കും അല്ലേ, ട്രൈ ആൻഡ് മൈറ്റർ സ്ക്വയർ. കാരണം ഇവിടെ നോക്കി നോക്കും നിങ്ങൾ, ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെ 45 ഡിഗ്രി നമ്മൾ കളക്കാം, ഇവിടെ എന്ത് ചെയ്യുക, 90 ഡിഗ്രി കളക്കാം. സിമ്പിൾ അല്ലേ? ദി ട്രൈ സ്ക്വയർ ആൻഡ് മൈറ്റർ സ്ക്വയർ ആർ ആൾസോ യൂസ്ഫുൾ ഫോർ ആംഗിൾ 45, 90 ആൻഡ് 135. ഇതിലുണ്ടോ, ഇതിലും കണ്ടില്ല നിങ്ങൾ, ഇത് 45 വളക്കാം, ഇവിടെ 135 വളക്കാം.
കണ്ടോ 90 45 ഇവിടെ 135 ഇളക്കാം. ഓക്കെ ആണോ? ഇവിടെ അതുപോലെ തന്നെ 135 നമുക്ക് കിട്ടും. എങ്ങനെ നമുക്ക് കാണിച്ചു തരാം. ഇവിടെ അടിയിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ. ദി ട്രൈ ആൻഡ് മൈറ്റസ് സ്കോർ ഈസ് യൂസ്ഫുൾ ഫോർ സെറ്റിംഗ് ഔട്ട് ഓഫ് മൈറ്റസ് അറ്റ് 45 ടെസ്റ്റിംഗ് ചാംഫേഴ്സ് ആൻഡ് അതർ വർക്ക് അറ്റ് 45 135. ഇതുണ്ടോ 135 എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കി നോക്കൂ. കണ്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ 90 ഡിഗ്രി ഇവിടെ 45 ഡിഗ്രി രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 135 ആവും. ഇനി 45 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഉൾഭാഗത്ത് വെക്കാം. ഓക്കെ ആണോ? ദി ബ്ലേഡ് ഈസ് പെർമനൻ്റ്ലി ഫിക്സ്ഡ് ഓൺ സോ ദി സ്റ്റോക്ക് ഈസ് അറ്റ് ആൻഡ് ദി ലെങ്ത് ഓഫ് ദി ബ്ലേഡ് വിച്ച് ഈസ് 200 മുതൽ 350. നമ്മൾ മൈറ്റസ് സ്ക്വയറിൻ്റെ പറഞ്ഞ മാതിരി അതേ ലെങ്ത് ആട്ടോ. ട്രൈ സ്ക്വയറിന് മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ, 100 150 200 പിന്നെ 200 കഴിഞ്ഞാൽ പിന്നെ 300 250 ഉണ്ടാവും കേട്ടോ. ഇതുണ്ടോ നോക്കി നോക്കൂ. ട്രൈ സ്ക്വയർ ആണെങ്കിൽ 100 150 200 250 300. ഓക്കെ ആണോ? ഇനി ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വുഡൻ ട്രൈ സ്ക്വയർ ആക്കാം. എങ്ങനെയായിരിക്കും, ഈ ഇരുമ്പിന് പകരം നമ്മൾ എന്ത് ചെയ്യും, വുഡ് ഉണ്ടാകും. ദി ട്രൈ സ്ക്വയർ ഈസ് ഫുള്ളി മെയ്ഡ് ഓഫ് വുഡ്. അതിന് സ്റ്റോക്കും ബ്ലേഡും എല്ലാം എന്തായിരിക്കും, വുഡായിരിക്കും. ഇറ്റ്സ് ഹാൻഡിൽ ഈസ് സ്ലൈറ്റ്ലി ഹെവിയർ ദാൻ ദി ബ്ലേഡ്. ഹാൻഡിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എന്തായിരിക്കും, ഹെവിയർ ദാൻ ദി ബ്ലേഡിനേക്കാളും കട്ടി ഉണ്ടാവും. അത് നമ്മളെല്ലാം ഏകദേശം അങ്ങനെ തന്നെയാണ്. ദി ലെങ്ത് ഓഫ് ദി ബ്ലേഡ് ഈസ് നോക്കിക്കോളൂ കേട്ടോ, 24 ഇഞ്ചാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വുഡൻ ട്രൈ സ്ക്വയറിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത്ത് 60 സെൻറ്റിമീറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ 24 ഇഞ്ച് ഉണ്ടാവും. ആൻഡ് വീതി എത്ര ഉണ്ടാവും, 2 ഇഞ്ച് ഉണ്ടാവും. ഓക്കെ ആണോ? 50 മില്ലിമീറ്റർ. ദി ലെങ്ത് ഓഫ് ദി ഹാൻഡിൽ ഈസ് 400 മില്ലിമീറ്റർ, സം ടൈം അപ് ടു ലെങ്ത് ഓഫ് 450 മില്ലിമീറ്റർ. ഹാൻഡിലിൻ്റെ ലെങ്ത്ത് എത്രയാണ്, 45 സെൻറ്റിമീറ്റർ. വലിയ വർക്കിനൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, വുഡൻ ട്രൈ സ്ക്വയർ ഉപയോഗിക്കാം. Without changing the angle 90 degree, the handle and the blade are diagonally attached by a brace. Angle of wooden tri square is 90 degree. Angle എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. അത് ബ്രേസ് കൊണ്ടാണ് എന്ത് ചെയ്യുക, ഇവർ എന്താക്കാം, നമുക്ക് നോക്കി നോക്കാം. കണ്ടോ ബ്രേസ് എന്താണെന്ന് മനസ്സിലായപ്പോൾ, ബ്രേസ് എന്താണെന്ന് മനസ്സിലായില്ലേ, ബ്ലേഡിനെ സ്റ്റോക്ക് ചെയ്യും. കാരണം നീളം കൂടുതലല്ലേ, കുറേ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് അങ്ങോട്ടും ആടാനൊക്കെ വുഡല്ലേ, അപ്പോൾ ഒരു ഇടക്കെട്ട് കൊടുക്കുക എന്ന് നമ്മൾ പറയും അല്ലേ. അതിൻ്റെ യൂസ്, ദിസ് ഇസ് യൂസ്ഡ് ഫോർ കാർപ്പൻട്രി വർക്ക്സ് ആൻഡ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്ക്. കാരണം വലിയ ചുമരൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, ഈ ചെറിയ ട്രൈ സ്ക്വയർ കൊണ്ട് വലിയ കാര്യം ഉണ്ടല്ലോ. ലാർജ് ആൻഡ് വൈഡ് പ്ലാങ്ക്സ് ആർ യൂസ്ഡ് ഫോർ സ്ക്രൈബ് ദി വർക്ക്സ്. ഇനി അടുത്ത് നോക്കുക സ്പിരിറ്റ് ലെവൽ. സ്പിരിറ്റ് ലെവലും ഇമ്പോർട്ടൻ്റ് ആണ്. കാർപ്പൻട്രി വർക്കിലും കൺസ്ട്രക്ഷൻ വർക്കിലും എല്ലാം സ്പിരിറ്റ് ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. എ സ്പിരിറ്റ് ലെവൽ ഈസ് യൂസ്ഡ് പ്രിൻസിപ്പലി ബൈ ദി കാർപ്പൻറ്റർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പീസ് ഓഫ് വുഡ് കോമൺ വുഡ്. ഫോർ സ്പിരിറ്റ് ലെവൽ ഈസ് ടേക്ക് വുഡ്. നമ്മൾ സാധാരണ തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, വുഡിൻ്റെ സ്പിരിറ്റ് ലെവലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അലുമിനിയം ആണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്, അലുമിനിയത്തിൻ്റെ സ്പിരിറ്റ് ലെവൽ അല്ലേ. ഇൻ ടു വിച്ച് സ്പിരിറ്റ് ലെവൽ ഗ്ലാസ് ഈസ് ഫാസ്റ്റൻഡ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. നമുക്കെന്തുണ്ടാവും, ഹൊറിസോണ്ടലായിട്ടും അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സ്പിരിറ്റ് ലെവൽ ഉണ്ടാവും കേട്ടോ. ഇനി ആസ് ദി ഗ്ലാസ് ട്യൂബ് ഈസ് നോട്ട് ഫില്ലഡ് എ ബബിൾ ആൾവേസ് റിമെയിൻസ്. നമ്മൾ എല്ലാവരും സ്പിരിറ്റ് ലെവൽ കണ്ടിട്ടില്ലേ, അതിൽ ആ ഗ്ലാസ് ട്യൂബിൽ ഫുള്ള് ഉണ്ടാവില്ല, ഒരു നടുവിൽ ഒരു പകുതി എന്തുണ്ടാവും, എയർ ബബിൾ ഉണ്ടാവും. വെൻ ദി ബബിൾ ഈസ് ഇൻ ദി സെൻറ്റർ ഓഫ് ദി ഗ്ലാസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി ലൈൻസ് മാർക്ക്ഡ് ഓൺ ഇറ്റ്, ദി സ്ട്രെച്ചർ ഓൺ വിച്ച് ലെവൽ ക്രസ്റ്റ് ബൈ അബ്സോർബ് കിട്ടും. നമ്മൾ സിമ്പിളാണ് അത്. നമ്മൾ ഈ ബബിള് സെൻറ്ററിലാണെങ്കിൽ എന്ത് ചെയ്യും, ഈ നമ്മളെ സാധനം ഹൊറിസോണ്ടലി വെർട്ടിക്കലി ലെവലാണ്. ഒരു സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഉയരം കൂടും കുറയും ചെയ്യും. നമ്മൾ ലെവൽ എല്ലാവരും ഉപയോഗിച്ച ആൾക്കാരാവൂലേ. ഇൻ സം സ്പിരിറ്റ് ലെവൽ ദർ വിൽ ബി 2 ഗ്ലാസ് ട്യൂബ് പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ ഗ്ലാസ് ട്യൂബ്. ഈ ഹൊറിസോണ്ടലായിട്ടുള്ള ഗ്ലാസ് ട്യൂബിന് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടാവും 2 ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി കാൾഡ് ആസ് പ്ലംബ് ഗ്ലാസ് ആൻഡ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് പെർപെൻഡിക്കുലാരിറ്റി ഓഫ് വാൾസ് ആൻഡ് വിൻഡോ. നമ്മുടെ ചുമരിൻ്റെയും നമ്മുടെ ഡോറിൻ്റെ ഒക്കെ പെർപെൻഡിക്കുലാരിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മളെ ചില സ്പിരിറ്റ് ലെവലിൽ ഈ ഹൊറിസോണ്ടൽ ട്യൂബിന് പെർപെൻഡിക്കുലർ ആയിട്ട് 2 ട്യൂബ് കൂടി ഉണ്ടാവും. ഈ സ്ട്രൈറ്റ് എഡ്ജിന് ചിത്രം നോക്കുക കേട്ടോ. കണ്ടോ എല്ലാം സ്ട്രൈറ്റ് ആണ്, പക്ഷേ ഈ ഭാഗം നോക്കി നോക്കൂ, ഈ ഭാഗം എന്തുണ്ട്, ചെറുതായിട്ട് ചെരിവുണ്ട് ഇല്ലേ. നമുക്ക് നോക്കി നോക്കാം എന്തിനു വേണ്ടിയിട്ടായിരിക്കും സ്ട്രൈറ്റ് എഡ്ജ്. ആ പേര് പോലെ തന്നെ എന്തായിരിക്കും, അതിൻ്റെ ലെങ്ത്ത് നോക്കുക കേട്ടോ. ലെങ്ത്തൊക്കെ നോക്കി നോക്കും നിങ്ങൾ, 1500 മുതൽ 2000 മില്ലിമീറ്റർ വരെയാണ്. അപ്പോൾ എന്തിനായിരിക്കും, അത്രയും ലെങ്ത് ഉണ്ട്. അപ്പോൾ സ്ട്രൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് നോക്കി നോക്കാം. സ്ട്രൈറ്റ് എഡ്ജ് ആർ മെയ്ഡ് ഓഫ് സ്റ്റീൽ ഓർ വുഡ് വിത്ത് പെർഫെക്റ്റ്ലി സ്ട്രൈറ്റ് പാരലൽ എഡ്ജ്. അതിൻ്റെ എഡ്ജുകളെല്ലാം എന്തായിരിക്കും, പക്ക പാരലായിരിക്കും. ആൾസോ സം ടൈംസ് ഹാസ് ഓൺലി 1 സ്ട്രൈറ്റ് എഡ്ജ്. എന്നാൽ ചില കേസിൽ എന്തുണ്ടാവും, അടിഭാഗം മാത്രം എന്തുണ്ടാവുള്ളൂ, സ്ട്രൈറ്റ് എഡ്ജ് ഉണ്ടാവുള്ളൂ.
ഇതിൻ്റെ യൂസ് നോക്കിക്കോ. ഫോർ ടെസ്റ്റിംഗ് ദി സ്ട്രൈറ്റ്നെസ് ഓഫ് സർഫസ് ആൻഡ് എഡ്ജ്. നമ്മൾ തേപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അലുമിനിയം കൊണ്ടൊക്കെ ചെയ്യൂലേ, അതേ വർക്ക് തന്നെയാണ് കേട്ടോ. ഇറ്റ്സ് ലെങ്ത് ഈസ് 1500 മില്ലിമീറ്റർ ടു 2 മീറ്റർ വരെ ഉണ്ടാവും. ആൻഡ് ബ്രെഡ്ത്ത് 50 മില്ലിമീറ്റർ ടു 70 മില്ലിമീറ്റർ. ആൻഡ് തിക്നെസ് ഇസ് 20 മില്ലിമീറ്റർ. റാങ്ക് മേക്കിംഗ് ആവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇനി അടുത്തത് ടി ബിവൽ അല്ലെങ്കിൽ ബിവൽ സ്ക്വയർ. ടി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിക്കോ. ദി ടി ബിവൽ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ആംഗിൾസ് അതർ ദാൻ റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ അല്ലാത്ത ആംഗിളൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടി ബിവൽ. ദി ബിവൽ ഈസ് കാൾഡ് സ്ലൈഡിംഗ് ബിവൽ ബിക്കോസ് ഇറ്റ് ഹാസ് ആൻ അഡ്ജസ്റ്റബിൾ സ്ലൈഡിംഗ് ടേബിൾ. കണ്ടോ, ഇതിന് അഡ്ജസ്റ്റബിൾ ആയിട്ടുണ്ടാവും ഒരു ബ്ലേഡ്. ഈ ബ്ലേഡ് ഉണ്ടോ, ഇതെന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുക. എങ്ങനെ, ഈ ലോക്കസ് സ്ക്രൂ യൂസ് ചെയ്താൽ. ദി ബ്ലേഡ് മേ ബി ലോക്ക്ഡ് ബൈ എ വിങ്നെറ്റ് ഓർ സെറ്റ് സ്ക്രൂ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ലോക്ക് ചെയ്യാം. ദി റിക്വയർഡ് ആംഗിൾ ഈസ് സെറ്റ് ഫ്രം എ സ്ട്രൈറ്റ് എഡ്ജ് ആൻഡ് ദി ഡിഗ്രീസ് ആർ മെഷേർഡ് അഗെയിൻസ്റ്റ് എ പ്രൊട്ടക്ടർ. സ്ട്രൈറ്റ് എഡ്ജ് വെച്ചിട്ട് അതുമ്മയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സാധനം വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു പ്രൊട്ടക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ആംഗിൾ അളക്കും. ഇതാണ് ഐഡിയ. ഒരു ഹാൻഡിൽ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ പിവറ്റ് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലേഡ് ഉണ്ടാവും. ലോക്ക് ചെയ്യാൻ വേണ്ടി ലോക്കിംഗ് സ്ക്രൂ ഉണ്ടാവും. യൂസ് ദ സ്ലൈഡിംഗ് ബിവൽ ഈസ് യൂസ്ഡ് ഫോർ ലേയിങ് ഔട്ട് ഡോർ ടൈല്, സൈഡ് റെയിൽസ് ഫോർ ചെയേഴ്സ്, ചാംഫേഴ്സ്, ബിവൽസ് ആൻഡ് ഫോർ ട്രാൻസ്ഫറിങ് ആംഗിൾസ് ഫ്രം ഡ്രോയിങ് ടു ദി വർക്ക് പീസ്. ദി പാർട്സ് ഓഫ് ദി ബിവൽ സ്ക്വയർ. പാർട്സ് ആയി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇത്രയും യൂസുകളുണ്ട്. ഈ യൂസുകൾ പഠിക്കണം കേട്ടോ. അതായത് ആംഗിളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡൗട്ടൽ ജോയിൻ്റൊക്കെ നമുക്ക് അറിയില്ലേ, അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. സൈഡ് റെയിൽ ഫോർ ചെയർ, കസേരയുടെ ഒക്കെ സൈഡ് റെയിലൊക്കെ ഒരു ചെരിവിലുണ്ടാവുക അല്ലേ, അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ. അതുപോലെ തന്നെ ആംഗിൾ ഡ്രോയിങ്ങിൽ നിന്ന് വർക്കിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതർ ദാൻ 90 ഡിഗ്രി ആട്ടോ കോമൺ ആയിട്ട് ഉപയോഗിക്കുക. അതർ ദാൻ 90 ഡിഗ്രിയാണ്. ഈ ചിത്രം നിങ്ങൾ നോക്കി നോക്കൂ, ഇതുവരെ 90 ഡിഗ്രിയാണ് കൊടുത്തിട്ടുള്ളത്. അതർ ദാൻ 90 ഡിഗ്രിയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. 90 ഡിഗ്രിയാണ് നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി, ട്രൈസ്കോപ്പ് ഉപയോഗിച്ചാൽ പോരെ. കണ്ടോ, ദി ടി ബിവൽ യൂസ്ഡ് ഫോർ ടെസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ആംഗിൾസ് അതർ ദാൻ റൈറ്റ് ആംഗിൾ കേട്ടോ. ഇനി അടുത്ത ടൂളാണ്. അതിൻ്റെ പാർട്സ് ഒന്ന് നോക്കാം കേട്ടോ. എൻ്റെ ഹാൻഡിൽ ഈസ് മെയ്ഡ് ഓഫ് ഹാർഡ് വുഡ് അല്ലെങ്കിൽ കാസ്റ്റാണ് അല്ലെങ്കിൽ അലുമിനിയം. ദി ടോപ്പ് എഡ്ജ് ഈസ് ഹാഫ് റൗണ്ടഡ് ആൻഡ് ദർ ഈസ് എ സ്ലോട്ട് ടു ഫിക്സ് ദി ബിവൽ സ്ക്വയർ. നമ്മൾ കണ്ടു അല്ലേ, എന്തുണ്ടാവും ഇവിടെ കണ്ടോ, ഒരു വട്ടായിരിക്കും. ടോപ്പ് എന്തായിരിക്കും, ഒരു ഹാഫ് റൗണ്ട് ആയിരിക്കും. പിന്നെ ഒരു റിവറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇനി അടുത്ത് ബ്ലേഡ്. വൺ എഡ്ജ് ഓഫ് ദി ബ്ലേഡ് ഈസ് ഹാഫ് റൗണ്ടഡ് ആൻഡ് അതർ എഡ്ജ് ആർ കട്ട് അറ്റ് 45 ഡിഗ്രി. അതിൻ്റെ അറ്റം നോക്കി നോക്കും നിങ്ങൾ, അറ്റം നോക്കി നോക്കും 45 ഡിഗ്രി കട്ട് ചെയ്യുന്നുണ്ട്. മറ്റേ അറ്റം നോക്കി നോക്കും നിങ്ങൾ, റൗണ്ടാണ്. ഓക്കെ ആണോ, മറ്റേ അറ്റം ഇവിടെയും റൗണ്ടാണ്. ഇനി there is a longitudinal slot, കാരണം അങ്ങോട്ട് നീക്കണ്ടേ. ദി ഹാൻഡിൽ ഈസ് ഫിറ്റഡ് വിത്ത് ദി വിങ് നെറ്റ് ഇൻ ദി സ്ലോട്ട് ഓർ വിത്തിൻ എ മെഷീൻ സ്ക്രൂ. ദി സ്ലോട്ടഡ് ബ്ലേഡ് പാസസ് ത്രൂ എ സ്ലോട്ട് ഇൻ ദി സ്റ്റോക്ക്. ഓൺ ലൂസണിങ് ദി വിങ് നെറ്റ്. ഇത് പിന്നെ അതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് നോക്കിയാൽ മതി. ലോക്ക് നെറ്റ് അത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇനി അടുത്തതാണ് പ്ലം ബോബ്. നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. പ്ലം ബോബിൽ ഒരു സാധനം അതിൻ്റെ ഇടയിൽ നൂല്. നമ്മൾ ട്രേഡ്സ്മാൻ കാർപ്പൻറ്ററിക്ക് നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ദിസ് ടൂൾ കൺസിസ്റ്റ് ഓഫ് എ സോളിഡ് ബ്രാസ് ഓർ മെറ്റൽ സിലിണ്ടർ. ഇതാണ് ഫസ്റ്റ് ചോദ്യം. എന്താണ് ഇത്? അടിഭാഗത്ത് വരുന്നതിൽ സോളിഡ് ബ്രാസ് അല്ലെങ്കിൽ മെറ്റൽ സിലിണ്ടർ ആയിരിക്കും. വിത്ത് എ പോയിൻറ്റഡ് എൻഡ് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു എ സസ്പെൻഡിങ് ലൈൻ. എന്തുണ്ടാവും? അതിനൊരു പോയിൻറ്റഡ് എഡ്ജ് ഉണ്ടാവും. ഈ ഒരു പോയിൻറ്റഡ് ലൈൻ ഉണ്ടാവും, എഡ്ജ് ഉണ്ടാവും, സസ്പെൻഡിങ് ലൈൻ, സോ ദാറ്റ് ഇറ്റ്സ് ടിപ്പ് ആൾവേസ് പോയിൻറ്റിങ് വെർട്ടിക്കലി ഡൗൺ. അപ്പോൾ അത് തൂക്കിയിട്ട് എന്ത് ചെയ്യും, ഈ സെൻറ്റർ ആയിട്ടുള്ള പോയിൻ്റ് എന്തായാലും പക്ക അടിഭാഗത്തേക്കായിരിക്കും വരിക. പക്ക വെർട്ടിക്കലി അടിഭാഗത്തേക്കായിരിക്കും വരിക. ഇസ് അപ്പർ പാർട്ട് ഈസ് സ്മോൾ വുഡൻ ബ്ലോക്ക് വിത്ത് എ ഹോൾ ഡ്രിൽഡ് ഇൻ ഇസ് സെൻറ്റർ സോ ദാറ്റ് ദി ലൈൻ വിത്ത് സിലിണ്ടർ ഓൺ ഇറ്റ് ക്യാൻ ബി പുൾഡ് അപ്പ് ഓൺ ലോവർ ഡൗൺ ത്രൂ ദി ഹോൾ. എന്തുണ്ടാവും? നമ്മൾ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും? ഒരു പലക ഉണ്ടാവും. ആ പലകയുടെ സെൻറ്റർ കൂടെ പക്ക ഒരു ഹോൾ ഡ്രിൽ ചെയ്തിട്ടുണ്ടാവും. ആ ഹോളിലൂടെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ നൂല് കൊടുക്കുക. ഈ ബ്രാസ് അല്ലെങ്കിൽ മെറ്റൽ സിലിണ്ടറിൻ്റെ നൂല് കൊടുക്കുക, പ്ലംബിൻ്റെ. ഓക്കെ ആണോ? എന്ത് ചെയ്യും? നമുക്ക് പൊന്തിക്ക, താത്ത അങ്ങനെയൊക്കെ ചെയ്യാം. ദി ഡയമീറ്റർ ഓഫ് ദി വുഡൻ, ഇത് നോക്കണേ, ദി ഡയമീറ്റർ ഓഫ് ദി വുഡൻ ബ്ലോക്ക് ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദി ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടർ. കാരണം ഇതായിരിക്കും വലുത് കേട്ടോ. ഇതും അടുത്തൊരു ചോദ്യമായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ദാറ്റ് ദി സിലിണ്ടർ ക്യാൻ മൂവ് ഫ്രീലി അപ്പ് ആൻഡ് ഡൗൺ വിത്തൗട്ട് ടച്ചിങ് ദി വർക്ക് പീസ്. കാരണം ഇത് ഇച്ചിരി കൂടി വലുതാണെന്നുണ്ടെങ്കിൽ
ഈ സിലിണ്ടർ ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു ചുമര് തേച്ചു വന്നിരുത്തിക്കോ. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും, ഒരു 10-250 ഗ്രാമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അറ്റ ഇരുമ്പല്ലേ, പുതുതായി തേച്ച ചുമരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ഇങ്ങനെ അടിക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ അടിച്ചൊക്കെ ചുമരുമ്പോൾ തട്ടിയിട്ട് അവിടെ പാട് വീഴൂലേ, അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് ഇച്ചിരി വലുതാക്കും. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യും, ചുമരം ചേർത്ത് വെക്കും. എന്നിട്ട് ഇതിങ്ങനെ അടിക്കാക്കിയത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത് തട്ടില്ല. കാരണം എന്താ, ഇത് വലുതാണ്, ഇത് ഇതിനേക്കാളും ചെറുതാണ്. ഓക്കെ ആണോ? വിത്തൗട്ട് ടച്ചിങ് ദി വർക്ക് പീസ്. ദി മെയിൻ യൂസ് ഓഫ് ദി പ്ലം ബോബ് ഈസ് എ മോർ അക്യുറേറ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ദി വെർട്ടിക്കൽ സ്പിരിറ്റ് ലെവൽ ആൻഡ് ആൾസോ ടു ട്രാൻസ്ഫർ പോയിന്റ് ഡൗൺ വെർട്ടിക്കൽ ഇൻ ദി മാർക്കിംഗ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മോർ അക്യുറേറ്റ് റീപ്ലേസ്മെൻറ്റ് ഫോർ ദി വെർട്ടിക്കൽ സ്പിരിറ്റ് ലെവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലം ബോബ് ഉപയോഗിക്കുക. നമ്മളെ പ്ലംബറിൻ്റെ എക്സാമിനും അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് കാർപ്പൻട്രിയിലെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്.